നമ്മൾ റോഡിലൂടെ യാത്ര പോകുമ്പോൾ ഫ്ലക്സുകളിലും മറ്റ് ബോർഡുകളിലൊക്കെ നോക്കിയാൽ സ്ഥിര സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അദ്ദേഹത്തിൻ്റെ ചിരിച്ചുള്ള മുഖം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ആ ചിരി നമ്മൾ കാണുന്ന അത്ര മനോഹരമാണോ? ഒരിക്കലുമല്ല. ധാരാളം പ്രശ്നങ്ങൾ ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മോദിയുടെ പല്ലുകളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്ന ഫോട്ടോയുടെയും വീഡിയോയുടെയും അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്താൻ ശ്രമിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ഈ ഫോട്ടോയിൽ നോക്കിയാൽ ക്ലിയറായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് മുൻനിര പല്ലുകളുടെ ഇടയിലുള്ള ചെറിയൊരു വിടവ് അഥവാ മിഡ് ലൈൻ ഡയസ്റ്റീമ എന്ന് പറയും. എന്നാൽ ഇത് ആ വ്യക്തിക്ക് കോൺഫിഡൻ്റ് ആണ്. മറ്റ് പ്രശ്നങ്ങൾ ഈയൊരു ഗ്യാപ്പ് വഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു പ്രശ്നമായി കണക്കാക്കാൻ കഴിയുകയില്ല. ഇതിനെക്കുറിച്ച് വിശദമായി ഈ ചാനലിൽ 16ാമത്തെ വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്. ഇനി പ്രധാനമായും മോദിയുടെ പല്ലിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പല്ലുകളിൽ പലതും, പ്രത്യേകിച്ച് ചവയ്ക്കുന്ന പ്രതലങ്ങളെല്ലാം തന്നെ തേഞ്ഞു പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പല്ലുകളുടെ സ്വാഭാവിക ഷേപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനത്തെക്കുറിച്ച് 26ാമത്തെ വീഡിയോയിൽ ഡീറ്റെയിലായി പറഞ്ഞിരിക്കുന്നത് കണ്ടു നോക്കാവുന്നതാണ്. ഒരു സാധാരണ പല്ലും തേയ്മാനമുണ്ടായ പല്ലും തമ്മിൽ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത് പല്ലുകളുടെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് പല്ലിൻ്റെ ഇൻസൈസൽ എഡ്ജ്, അതായത് പല്ലിൻ്റെ അറ്റം റൗണ്ടായോ മൂർച്ചയുള്ളതായോ കാണപ്പെടുകയും പല്ലുകളുടെ കസ്പുകൾ നഷ്ടപ്പെടുകയും പല്ലുകളിൽ ചിലത് പൊട്ടിയിരിക്കുന്നതായും കാണപ്പെടും. ചുരുക്കി പറഞ്ഞാൽ പല്ലുകളെല്ലാം തന്നെ തേഞ്ഞ് ഫ്ലാറ്റായി ഒരേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ മോദിയുടെ പല്ലുകളും ഇത്തരത്തിലാണ് കാണുന്നത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ പല്ലുകൾ തേയ്മാനം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ചില പല്ലുകൾ പൊട്ടിയും ഷാർപ്പായും മറ്റ് പല്ലുകളെല്ലാം തന്നെ തേഞ്ഞുമിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പല്ലുകൾ തേഞ്ഞ് ചെറുതായി പോയിരിക്കുന്നതിനാൽ ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ വെളിയിൽ കാണുന്നത് വളരെ കുറച്ചായിരിക്കും. ഈ പല്ലുകളിൽ കാണുന്ന സ്റ്റെയിൻസ് എടുത്തു പറയേണ്ടതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലുള്ള മാഡം ടൂസോ എന്ന മ്യൂസിയത്തിൽ മെഴുക് പ്രതിമ നിർമ്മിക്കുന്നതിനായുള്ള അളവുകൾ എടുക്കുമ്പോൾ ഏകദേശം 250 പ്രിസൈസ് ആയിട്ടുള്ള അളവുകൾ എടുക്കുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഷെയ്ഡ് ഗൈഡ് ഉപയോഗിച്ച് പല്ലിൻ്റെ ഷെയ്ഡും തിരഞ്ഞെടുക്കുന്നതായി കാണാം. മോദിയുടെ പല്ലുകൾക്ക് കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നതെങ്കിലും നേരിട്ട് നാച്ചുറൽ ലൈറ്റിൽ കാണുന്ന ഷെയ്ഡാണ് കൃത്യമായുള്ളത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, മോദിയുടെ പല്ലിനെക്കുറിച്ചുള്ള ഈ വിശകലനം പുറമേ കാണുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും മാത്രമുള്ളതാണ്.